നമുക്ക് കുറച്ചുകൂടെ കയറിക്കാം. ആളൊന്നും കയറില്ല, ആൾക്ക് വയ്യാത്തല്ല. കയറി വന്നിട്ട് കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ട് ഞാൻ കയറി വന്നിട്ട് ചോദിച്ചാൽ കപ്പടിച്ചതിന്റെ വളരെ സന്തോഷത്തിലാ. വളരെ സന്തോഷത്തിലാ. വരുമ്പോ എന്തൊക്കെ ഒരുക്കങ്ങളാ ഭയങ്കര സന്തോഷല്ലേ. അവന് ഇഷ്ടമുള്ള ഫ്ലൈറ്റ് കയറുന്നതിന് പിന്നെ വിളിച്ചിരുന്നോ? ഫ്ലൈറ്റ് കയറുന്നതിന് വിളിച്ചിരുന്നോ? സൈഡിലേക്ക് നീങ്ങും, സൈഡിലേക്ക് നീങ്ങും, സൈഡിലേക്ക്. അത്തരം നിമിഷം എത്തി. അവസാനമേ ജനങ്ങളോട് പറയാനുള്ള കാര്യം. ജനങ്ങളോട് നന്ദി പറയാനുള്ളൂ. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാവരോടും നന്ദി. എല്ലാവരോടും ബിഗ് ബോസിനോടും മോഹൻലാലിനോടും ഒക്കെ നന്ദി പറയണം. ജിനുചേട്ടൻ വിളിച്ചില്ലേ? വിളിച്ചായിരുന്നു. ധൈര്യമായിട്ട് പോരാ, 5:30 ഇവിടെ എത്തിക്കോളം പറഞ്ഞു. നേരെ വീട്ടിലേക്കാണോ? വീട്ടിലെ ആഘോഷം വീട്ടിലല്ല, കാലടി ജിമ്മ് അവന്റെ ആദ്യത്തെ ജിമ്മാണല്ലോ. അപ്പൊ കാലടിയിലെ ഒരു ചെറിയ കേക്ക് മുറിച്ചിട്ട് നേരെ മാണിക്കാനുള്ള ജംഗ്ഷനിൽ നിന്ന് ഒരു എതിരേൽപ്പായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഫുള്ള് സ്വീകരണം. ഫുൾ സ്വീകരണം. വീട്ടിലേക്കാണോ അവിടുന്ന് മാണിക്കാങ്കുളം ജംഗ്ഷൻ? മാണിക്കാനുള്ള ജംഗ്ഷനിൽ വീട്ടിലേക്ക്. മറ്റേ ഇപ്പൊ ജിൻഡോ ചേട്ടനെ ഏറ്റെടുത്ത പോലെ തന്നെ പ്രേക്ഷകർ ഇപ്പൊ അപ്പച്ചന്റെ ഒരുപാട് ഫാൻസ് ഉണ്ട്. കമന്റുകളൊക്കെ നോക്കാറുണ്ടോ? കമന്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പച്ചനെ ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട്. അപ്പച്ചനെ ജിന്നോനെ സ്നേഹിക്കണോ, എന്നെ സ്നേഹിക്കണല്ലോ. വളരെയേറെ സന്തോഷം. ഹലോ, ഞാൻ പറയാം. സന്തോഷം പറഞ്ഞോ. എത്രത്തോളം സന്തോഷം, എത്രത്തോളം ഉണ്ട് സന്തോഷം എന്ന് പറഞ്ഞ് തീരാത്തതോളം സന്തോഷമാണ്. 100 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് 100 ദിവസം കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ പിള്ള ഒരു ജയിലിൽ കിടന്ന പോലെ ഇങ്ങനെ വന്നാൽ ഒരു വിജയമായിട്ട് വന്നിരിക്കുകയാണ്. ലോകം മൊത്തം കാണുന്ന ഒരു ഷോയുടെ വിജയമായിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് സങ്കടമുള്ള എൻ്റെ മോക്കും എൻ്റെ രണ്ടാമത്തെ മോനും വരാൻ പറ്റില്ല. ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. അതിനെ പോരാൻ പറ്റില്ല. പെരുന്നാൾ കാരണം അവൻ ലീവ് കിട്ടിയില്ല. ഇന്നലെ നാട്ടുകാരൊക്കെ വീട്ടിൽ നല്ല സപ്പോർട്ടായിരുന്നല്ലോ. നാട്ടുകാരോ ഈ അവിടെ ചെന്ന് കാണണം. നമ്മൾ മാണിക്കാങ്കലിലെ വാപ്പ കാണാം. ഇന്ന് ഭയങ്കര ആൾക്കാരുണ്ടാവോ? പിന്നെ MLA കാര്യം പറഞ്ഞത് പഞ്ചായത്ത് പഞ്ചായത്ത് മുഴുവനുണ്ടോ? ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടാവും. ഉണ്ടാവും. ഇനി എന്തൊക്കെയാ പരിപാടികളാണ് പ്ലാൻ ചെയ്തേക്കുന്നത്? കാലടിയില അതെ, അല്ല പരിപാടികൾ എന്തൊക്കെയാ പ്ലാൻ ചെയ്തേക്കുന്നത്? അവിടെ വരെ ഒരു കേക്ക് മുറിക്കുക, ജനങ്ങളെ കാണാം, കൊടുക്കാം. ലഡു മുട്ടായിയൊക്കെ കൊടുത്ത് ആൾക്കാരെ ഒന്ന് സന്തോഷിപ്പിക്കണമല്ലോ. അതെ. അപ്പൊ ഈ സപ്പോർട്ട് ചെയ്ത ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? വോട്ട് ചെയ്ത് ജയിപ്പിച്ച എല്ലാ ജനങ്ങളോടും സന്തോഷം, 100% സന്തോഷം പറഞ്ഞറിയിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ടിപ്പോസിനോടും മോഹൻലാൽ സാറിനോടൊക്കെ സന്തോഷം പറഞ്ഞറിയിക്കുകയാണ്. ഓക്കെ അല്ലേ? ശരി.